വയനാട്ടിലെ സ്കൂൾ പുനരുദ്ധാരണത്തിനായി കട്ടപ്പന ഓസാന ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കപ്പയും മുളകും ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി. ഒരു നാടിന്റെ സാംസ്കാരിക ഉന്നതിക്കും നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയതുമായ സ്കൂളാണ് ഉരുൾപൊട്ടലിൽ തകർന്നത്. സ്കൂളിന്റെ പുനരുദ്ധാരണത്തിന് സ്വാതന്ത്ര്യദിനത്തിലാണ് കട്ടപ്പന ഓസാന സ്കൂളിലെ വിദ്യാർത്ഥികൾ കപ്പയും മുളകും പാചകം ചെയ്ത് നഗരത്തിൽ വിൽപ്പന നടത്തിയത്. ഇങ്ങനെ സമാഹരിച്ച് 1 ലക്ഷം രൂപയാണ് ഇടുക്കി കളക്ടർ വി. വിഘ്നേശ്വരിക്ക് കൈമാറിയത്. സ്വാതന്ത്ര്യദിനത്തിലാണ് കട്ടപ്പന ഓസാന ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വേറിട്ട മാതൃകയായി നഗരവീഥികളിൽ എത്തിയത്. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണമായിരുന്നു വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. അതിനായി അവർ തെരഞ്ഞെടുത്തത് കപ്പയും മുളകും ചലഞ്ചുമായിരുന്നു. PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ വിദ്യാർത്ഥികൾ ഹൈറേഞ്ചിന്റെ നാടൻ ഭക്ഷണമായ കപ്പയും മുളകും പാചകം ചെയ്ത് പാത്രങ്ങളിലാക്കി വിതരണം ചെയ്തു. ഇങ്ങനെ സമാഹരിച്ച 1 ലക്ഷം രൂപ വിദ്യാർത്ഥികൾ ഇടുക്കി കളക്ടർ വി. വിഘ്നേശ്വരിക്ക് കൈമാറി. കട്ടപ്പന ഓസാന സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷവും ചരിതാർത്ഥ്യമുള്ള ഒരു ദിവസമാണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി ഓസാനം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് സംഭരിച്ച 1 ലക്ഷം രൂപയോളം ഇന്ന് കട്ടപ്പന സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ഇടുക്കി കളക്ടറിൽ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് കുഞ്ഞുങ്ങൾ കപ്പയും മുളകും എന്ന ചലഞ്ചിലൂടെ നേടിയെടുത്ത എമൗണ്ടാണ്, 1 ലക്ഷം രൂപയോളം എമൗണ്ടാണ് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്തത്. വളരെ സന്തോഷത്തോടു കൂടി ഇത് മേഡത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിൽ നിന്ന് സമാഹരിച്ച ഈ തുകയ്ക്ക് മൂല്യമേറെയാണെന്ന് കളക്ടർ പറഞ്ഞു. മീഡിയം സ്കൂൾ കട്ടപ്പന ഇന്ന് CMDRFലേക്ക് 1 lakh കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കുട്ടികൾ ചെയ്തിരിക്കുന്നത്. കപ്പയും മുളകും എന്ന് പറഞ്ഞിട്ട് അവർ സ്കൂളിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കടകളിൽ വിതരണം ചെയ്ത് അതിന് തന്നെ കിട്ടിയത്. സോ ഇത് അവർ ഏൺ ചെയ്ത ഒരു മണിയാണ്. സോ ഏൺ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ഒത്തിരിയിലധികം കൂടുതലായിരിക്കും. സോ അതിനു വേണ്ടി സഹകരിച്ചുള്ള കുട്ടികൾ, മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ്, PTA എല്ലാവർക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിലും നമ്മുടെ കേരള സർക്കാരിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു ഫാസ്റ്റ് ഫുഡുകളിൽ നിന്നും നാടൻ ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യാൻ മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾ വലിയ മാതൃകയാണ്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഈ ഉദ്യമം വലിയ അഭിനന്ദനാർഹമാണെന്നും ADM ഷൈജു P. ജേക്കബ് പറഞ്ഞു. ഇതായിട്ട് സഹജീവികളോടുള്ള സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. രണ്ടാമത്, കൃഷി എന്തെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോഴത്തെ പല പിള്ളേർക്കും ഇതിനകത്ത് നോക്കിയിരിക്കാം, സോഷ്യൽ മീഡിയ നോക്കിയിരിക്കാൻ അല്ലാതെ മണ്ണെന്താണ്, കപ്പ എന്താണ്, അല്ലെ മറ്റു ഇതര കൃഷികൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയുടെ സ്നേഹം ഉണ്ടാകുന്നു, മനുഷ്യർ തമ്മിൽ സ്നേഹം ഉണ്ടാകുന്നു. തന്നെയല്ല, ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡ് ഹാബിറ്റിൽ ഡയറക്റ്റ് ആയിട്ടുള്ളത് ഈ പിസ്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും താല്പര്യം. കുഴിമന്തിയാണ് എല്ലാവർക്കും താല്പര്യം. കിട്ടുന്ന എന്തൊക്കെ വിളകളുണ്ടോ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തോടുള്ള പ്രീതി, ഇതൊന്നും കഴിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, പ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചെയ്യാനും നിങ്ങളുടെ ഭാവിക്കും ജീവിതത്തിനുമൊക്കെ വളരെ നല്ല കാര്യം ഇപ്പോൾ ചെയ്തത്. ഐ അപ്രീഷിയേറ്റ് യു. സഹജീവി സ്നേഹത്തിലൂടെ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുകയാണ് ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. വീണ്ടും ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു K. മാത്യു പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് തുക കൈമാറാനായി കളക്ടറേറ്റിൽ എത്തിയത്. തങ്ങളാൽ കഴിയുന്ന സഹായം ദുരന്തഭൂമിയായ വയനാട്ടിൽ എത്തിക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഡേവിസ് PJ, PTA പ്രസിഡന്റ് സജി നെല്ലിവീട്ടിൽ തുടങ്ങിയവരാണ് കളക്ടറേറ്റിലെത്തി പണം കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.